ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്, കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. കാരണം ഞങ്ങൾ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഗുരുവായൂർ പോയേക്കുമായിരുന്നു. ഗുരുവായൂർ പോയി അവിടെ ഫുഡ് പോയ്സണൊക്കെ തിരിച്ച് വന്ന് 2 ദിവസമായിട്ട് കിടപ്പായിരുന്നു. ഇന്നാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡ് പോയ്സൺ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരം ഉണ്ട്. ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറുന്നിടത്ത് റൈറ്റ് സൈഡിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഹൽവ വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ ആ കടകളിലെല്ലാം കുറേ ഹൽവയും അങ്ങനെ മധുരപലഹാരങ്ങളൊക്കെ, ഉപ്പേരി ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ വരുമ്പം പോകാറുണ്ട്, ഇതിൽ കാണാറുണ്ട്, നമ്മളിതൊന്നും വാങ്ങിക്കാറില്ല. പക്ഷെ നമുക്ക്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് തോന്നി ഈ പ്രാവശ്യം അത് വാങ്ങിക്കണമെന്ന് തോന്നി. അമ്മ പോയി കുറച്ച് ഹൽവ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മളൊരു കുറച്ച് അമ്മയ്ക്ക് അവർ സാമ്പിൾ നോക്കാൻ വേണ്ടി എല്ലാത്തേലും കട്ട് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞ്. ഞാനും മോളും അങ്ങോട്ട് പോയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അമ്മയോട് അങ്ങോട്ട് പോയി. അവർക്ക് 2 പേർക്കും കട്ട് ചെയ്ത് കൊടുത്ത് ഞാനവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഹൽവ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നപ്പം ആ യെല്ലോ കളർ ഹൽവ കണ്ടപ്പം ഞാൻ അതിൽ ഒരു ശകലം എടുത്ത് വായിലോട്ട് വെച്ചപ്പം തന്നെ മനസ്സിലായി ഒരുമാതിരി കനച്ച എണ്ണയുടെ ചൊവയും ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. അപ്പം തന്നെ അത് വായിനെടുത്ത്, അമ്പലമായതുകൊണ്ട് നമുക്ക് തുപ്പാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വായിനിങ്ങനെ എടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഇട്ട് പിന്നെ പക്ഷെ വായിക്ക് ഒരു അരുചി ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് അമ്മയ്ക്ക് ഫുഡ് പോയ്സൺ, അത് കഴിഞ്ഞ് എനിക്ക് രാത്രി 2 ഇവിടെ നിന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആക്കി. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആ ഫ്രണ്ട് എറണാകുളം ഉള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നാണ് അവൾ മെസ്സേജ് അയക്കുന്ന, ഫോട്ടോസ് എടുക്കും, അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഫുഡ് പോയ്സണായിട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അവർ സംസാരിച്ച് റെക്കോർഡ് എനിക്ക് അയച്ചിരുന്നു. പക്ഷേ അവർ എന്നെ വിളിക്കുമെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അവിടെ അലൗഡ് ആയിരിക്കും. എന്തോ നമ്മുടെ നാട് ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഒന്നാമത് ഞങ്ങൾ ദുബൈയിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ കൂട്ടിക്കെട്ടും, പിന്നെ അത് തുറക്കത്തില്ല. ഇവിടെ അവർ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമുക്ക് പ്രായമായവരൊക്കെ, എൻ്റെ അമ്മ പറയുന്നു അവിടെ 2 അമ്മമാരൊക്കെ വന്നിട്ട് 1 കിലോ വീതമൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു. ഇപ്പൊക്കെ അവർക്ക് ജീവിച്ചിരിക്കൊണ്ടെന്ന് തന്നെ നമുക്ക് സംശയമാകും. കാരണം നമ്മൾ ഈ ജസ്റ്റ് ഈ ടേസ്റ്റ് നോക്കാൻ കൊടുത്തത് കഴിച്ച് എൻ്റെ അമ്മയ്ക്കൊക്കെ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ. പിന്നെ എൻ്റെ ഏജിലുള്ള എനിക്കും എൻ്റെ ഫ്രണ്ടിനും പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ആ അമ്മമാരുടെയൊക്കെ ഗതി എന്തായിരിക്കും? ഇവരെന്താണ് ആക്ഷൻ എടുക്കാത്തതെന്ന് നമുക്കറിയത്തില്ല. കൊല്ലാൻ വേണ്ടി വെച്ചേക്കുമായിരിക്കും, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല എൻ്റെ കാര്യങ്ങൾ. ഇനിയിലെ എന്തായാലും നമ്മുടെ നാടിൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വന്നാൽ ഇപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണിത്. ഇനി എന്തായാലും നമ്മൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ഭഗവാനെ പോയി തൊഴുക, തിരിച്ചു വരിക എന്നുള്ളതല്ലാതെ കടയിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാനോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനോ പാടില്ല എന്നുള്ള ഒരു ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. എന്തായാലും നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് ഉലർത്തൽ, അതായത് നമ്മൾ ബീഫ് ഉലർത്തുന്ന പോലെ സോയ ചങ്ക്സ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു റെസിപ്പി ചെയ്യാം. സോയ ചങ്ക്സ് ഉലർത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു 250 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. ഒരുപാട് നേരം ഒന്നും എടുത്തില്ല. രാവിലെ 7 മണിയൊക്കെ ആയപ്പം ഇട്ടതാ. ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച, എന്നിട്ട് കട്ട് ചെയ്തതാണ്. ഒരു വലിയ പീസിന് നേരെ ഹാഫാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു 15 ചുവന്നുള്ളി, ഒരു 2 സവാള, ചെറിയ സവാളയാണ്, 2 ചെറിയ സവാളയും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളി സോയയ്ക്ക് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണേ. പിന്നെ ഒരു 5 പച്ചമുളക്, കുറച്ച്
തേങ്ങാക്കൊത്ത്, പിന്നെ ചെറിയ 2 തക്കാളി, 2 ചെറിയ പൊട്ടറ്റോ അരിഞ്ഞ് ഇടുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പക്ഷേ പൊട്ടറ്റോയും കൂടി ഇതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നു. ഇത്രയാണ് നമ്മളിവിടെ ഇതിനെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സോയ ചങ്ക്സ് ഉലർത്തൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഉലർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വെളിച്ചെണ്ണ എടുക്കാവേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ടിടാം. പേസ്റ്റ് ആക്കിയിട്ടില്ല, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാണ്. ഇത് എങ്കിലും ചെറുതായിട്ട് ചോപ്പറിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയുണ്ട്. സവാള മാത്രം വേണമെങ്കിലും ഇടാം, ചെറിയ ഉള്ളി ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കിട്ടും. എല്ലാ കറിക്കും ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ആയാലും ഇവിടെ വാങ്ങിക്കുന്നതൊക്കെ എല്ലാം വാങ്ങിച്ച് 1 കിലോ വാങ്ങിച്ചാൽ 1/2 കിലോ കേടാണ്, 1/2 കിലോ നല്ലത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വഴറ്റാൻ വെച്ച സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളക്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് ആ വഴണ്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടറ്റോയ്ക്ക് വേവുണ്ടല്ലോ. ഇത് എല്ലാം കൂടെ ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറി വരട്ടെ. നമ്മുടെ തക്കാളി ഇട്ടുണ്ട്, പച്ചച്ചവ മാറി വരുമ്പോഴത്തേക്ക്. നാട്ടിൽ നല്ല കാലാവസ്ഥയൊക്കെയാണ്, ഒത്തിരി മഴയില്ല. രാത്രി ഉറങ്ങുന്ന സമയത്ത് മാത്രം മഴ. പകൽ നമ്മൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ സമയത്ത് മഴയില്ല. കാലാവസ്ഥയൊക്കെ ഓക്കെയാണ്, പക്ഷെ വന്ന് കിളപ്പായിപ്പോയി. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, ടേബിൾ സ്പൂണാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ, ഇട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ടാൽ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഒരു 1/2 സ്പൂൺ ഗരം മസാല. കറിവേപ്പില ഇല്ല, ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ കറിവേപ്പെല്ലാം ഉണങ്ങിപ്പോയി, അതുകൊണ്ട് കറിവേപ്പില ഇല്ല നമ്മൾ കറിക്കുന്ന. നല്ലതുപോലെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എന്നുവെച്ചാൽ നമ്മളിപ്പം കുതിർക്കുകയൊന്നും ചെയ്യാതിരിക്കുക, നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കുറച്ച് നേരം വെള്ളം തിളച്ച് ഇങ്ങനെ വരുമ്പോൾ അത് ഇതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ സ്റ്റെയിനറിലേക്ക് ഊറ്റിയെടുത്തിട്ട് തണുത്ത് കഴിയുമ്പം നല്ലതുപോലെ പിഴിഞ്ഞ് എടുത്താൽ മതി. പിഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സോയയുടെ ഒരു കുത്തുണ്ടല്ലോ, ആ
ഒരു മണം അങ്ങ് മാറണമെങ്കിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് നമുക്ക് അപ്പോഴത്തേക്ക് ഇത് സോഫ്റ്റ് ആവുമല്ലോ. എന്നിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സോൾട്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വെക്കുക. സോയ ഒന്ന് വെന്ത് വരട്ടെ. ഇത് പാകമായോ എന്ന് നമുക്ക് നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റി, വെള്ളം മുഴുവനും തോർന്നിട്ടുണ്ട്. എന്നാൽ അത് ഡ്രൈ ആയിട്ടില്ല. ഈ പരുവത്തിലാണ് നമ്മൾ റോസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ ആക്കിയിട്ട് നോക്കാം ടേസ്റ്റ്. എല്ലാം പാകത്തിനുണ്ട്. അപ്പം നല്ല രുചിയുണ്ട്. അതിന് കറിവേപ്പിലയുടെ ഒരു പോരായ്മയുണ്ട്. നിങ്ങൾ ചെയ്യുമ്പം കറിവേപ്പിലയും കൂടെ ഇട്ടണം. നമ്മുടെ നാടൻ റെസിപ്പിയും കൂടെ ആയതുകൊണ്ട് കറിവേപ്പില ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും തൂത്തി ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പം ഇങ്ങനെ അത്ര കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നില്ല. വെളിച്ചെണ്ണ നമ്മൾ തിളയ്ക്കുമ്പോഴാണല്ലോ കൊളസ്ട്രോൾ അതിൽ നിന്ന് അത് ഫ്രീ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർ, വെജിറ്റേറിയൻ ഫുഡുകാർ, ഇനിയിപ്പം നമ്മുടെ കർക്കിടകമൊക്കെ വരുവാണല്ലോ. അപ്പം അന്നേരം എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നോൺ കഴിച്ച ഒരു എഫക്റ്റും കിട്ടും. പിന്നെ എന്നാൽ വെജാണ് താനും. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. കാരണം മിക്കവരും വീട്ടിൽ ട്രൈ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ. അപ്പം ഞാൻ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.